നിങ്ങളെപ്പോലെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇല്ല. അതെനിക്ക് മനസ്സിലായി. എന്റെ അമ്മോ. ഹലോ, ഇത് അർജുൻ അല്ലേ? അതെ, അറിയോ? അറിയാം. ഈ സൗണ്ട് കേട്ടാ അറിയാം. അതെനിക്ക് ഇഷ്ടായി. ഓക്കെ ഓക്കെ. അപ്പോ എന്റെ ഒരു വലിയ ഫാനാണ്. ഹലോ, ഇത് അർജുൻ അല്ലേ? അതെ. അർജുൻ, ഇത് ഫോൺടെക് എഡ്യൂക്കേഷൻ എന്നാണേ. അറിയോ? അറിയാം. ഈ സൗണ്ട് കേട്ടാ അറിയാം. ഈ സൗണ്ട് കേട്ടാ അറിയാല്ലേ? അതെനിക്ക് ഇഷ്ടായി. ഓക്കെ ഓക്കെ. അപ്പോ എന്റെ ഒരു വലിയ ഫാനാണ്. മതി മതി, ഓവറാക്കണ്ട. ഇതാ അല്ല പിന്നെ വേറൊരു കാര്യം, എങ്ങനെയുണ്ട് ഫോൺടെക്കിന്റെ ₹1 ക്ലാസിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. തീർച്ചയായും ഉപകാരപ്പെടുന്നുണ്ട്. ഉപകാരപ്പെടുന്നു, പക്ഷെ നോക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ട്രെയിനിങ് പഠിച്ചത്. ഓക്കെ. ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഈ റോഡ് ഉണ്ട്. ഒരു 10 days മറ്റുണ്ടാ ഇത് അപ്പൊ കഴിഞ്ഞല്ലേ 7 days മുമ്പ്. തീർച്ചയായും നമുക്കറിയാലോ, നമ്മൾ ഈ മേഖലയിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് ഫ്യൂച്ചർ ഉണ്ട്. തീർച്ചയായും ആ ഒരു സന്ദേശം മാത്രം എടുക്കാം. അതുമല്ല, നിങ്ങളെപ്പോലെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇല്ല. അതെനിക്ക് മനസ്സിലായി. എന്റെ അമ്മോ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ലേ പൈസ വാങ്ങിച്ച് അതിന്റെ ശേഷം ഇപ്പൊ ഒരു സപ്പോർട്ട് നമുക്ക് ആദ്യം ട്രെയിനിങ്ങിനെല്ലാം ഇത് പറഞ്ഞെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രാത്രിക്ക് പോലും വിളിച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മണ്ണാങ്കട്ടിയും ഇല്ല. എന്തിനാ വിളിച്ചാൽ അവർക്ക് അറിയുന്നില്ല. നമ്മളുടെ യൂട്യൂബിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കണം. അവർക്കൊരു ഇത് പറയുന്നില്ല. സ്കീമാറ്റിക്സ് ചോദിച്ചാൽ അത് നേരെ ചെയ്യുന്നില്ല. ഒന്നുമില്ല. ഓക്കെ ഓക്കെ. എന്തായാലും നമ്മളെ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ട്. തീർച്ചയായും ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം. ഇവിടെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേഷൻ ക്ലാസ് അവർക്ക് ഫ്രീ ആണ്. അത് അതിനെ കുറിച്ച് അറിയാം? അത് വീഡിയോയിൽ കണ്ടിട്ട് അറിയാം. വീഡിയോ കണ്ടിട്ട് അറിയാം. ഓക്കെ. അപ്പൊ ഞങ്ങളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് അർജുൻ. ഓക്കെ അർജുൻ, ഒരുപാട് സന്തോഷമുണ്ട് ഫോൺടെക്കിനെ കുറിച്ച് ഇത്രയും അധികം നന്നായിട്ട് മനസ്സിലാക്കിയതിൽ. അപ്പൊ എനിക്കൊന്നേ പറയാനുള്ളൂ, തീർച്ചയായും ഒരറിവും ചെറുതല്ല. എവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷനും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. കാരണം അത് മാത്രമല്ല, അറിഞ്ഞാൽ മാത്രം പോരാ, മാക്സിമം ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ അറിയാലോ, നമ്മൾ ഈ ഫീൽഡിൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരുത്തനൊരു കാര്യം ഒരുത്തനും മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കൂല. കാരണം പറഞ്ഞു കൊടുക്കുന്നതിന്റെ വിചാരം എന്താ? അതെ അതെ തീർച്ചയായും. അത് ഇനി അങ്ങനെ ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളൊക്കെ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളൊരു സീനിയർ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ ഭയങ്കര പുച്ഛായിരിക്കും. രണ്ടാമത്തെ കാര്യം, അവന് ഒരു പേടിയാണ്. ഇവൻ ഇത് പറഞ്ഞു കൊടുത്ത് ഇവ എന്നെക്കാളും വലിയ ടെക്നീഷ്യൻ ആണ്. അതെ 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 തീർച്ചയായും. ആ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ട്. സീരിയസ്ലി ഞാൻ പറയാം, ഒരാൾ ഒരു നോളജ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് അയാൾ വളരുക, അയാൾ ഫ്യൂച്ചറിൽ ബെറ്റർ ആണെന്നല്ലാതെ അതുകൊണ്ട് അയാൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല. ഇത് ഫോൺടെക് പറയുന്ന ഒരു ₹1 നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത് നിങ്ങളോട് പറയുന്ന ഒറ്റ സന്ദേശം ഇതേ ഉള്ളൂ, മാക്സിമം ഷെയർ ചെയ്യുക. ഇത് ഫോൺടെക്കിന് നിങ്ങൾക്ക് തരാനുള്ള ഒരു ലവ്. നമ്മൾ ഈ മേഖലയിൽ ഹെൽപ്പ് ചെയ്യുന്ന എന്റെ ബാച്ചിൽ എല്ലാരും നിങ്ങളെ ക്ലാസ് കാണുന്നു. അത്രയ്ക്ക് ഇത് കാണുന്നുണ്ടല്ലേ? ഒരു ബാച്ച് മൊത്തം. ഓക്കെ, ഒരുപാട് സന്തോഷം അർജുന, ഇത്ര റിയൽ ആയിട്ട് തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്തതിൽ. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ക്ലാസ്സുകളെല്ലാം കേൾക്കാം, നല്ല ഇൻഫർമേഷൻസ് ഇനിയും അതിൽ വരും. കോഴ്സ് കഴിഞ്ഞ് ചിപ്പ് ലെവൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും സ്റ്റക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് എവിടെയാണെന്ന് തോന്നുന്നത് അവിടെ പോയി ഒരു അപ്ഡേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുക, ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാം. ഒരുപാട് സന്തോഷം. വരുവാണെങ്കിലും ഇതിനേക്കാളും ബെറ്റർ സപ്പോർട്ട് കിട്ടും. ഫ്രൈഡേ ക്ലാസ് ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് പവറൈസിന്റെ എണ്ണം കൂടുന്നുണ്ട്. അല്ല, ആ ഫ്രൈഡേ ക്ലാസ് അത് ഞങ്ങളുടെ കുട്ടികൾക്ക് മാത്രമാണ്. കാരണം അത് മാത്രം ഞങ്ങൾക്ക് വേറെ കൊടുക്കാൻ കഴിയില്ല. ആ ക്ലാസ് എന്താന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിലബസിന്റെ കണ്ടിന്യൂഷൻ അത്. ഇപ്പൊ നിങ്ങൾക്ക് ആ ക്ലാസ് തരുമ്പോ എന്താ പറയുക, പല മുന്നേ ഉള്ള കണ്ടന്റ് നിങ്ങൾക്ക് കണക്ട് ആവില്ല. ഇപ്പൊ ഇതന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ ബേസിക് ഒട്ടും അറിയാത്തവർ ഇപ്പോൾ ഡബിൾ ഡെക്കർ CPU-നെല്ലാം ക്ലാസ് കിട്ടുമ്പോൾ ചിലവർ സ്റ്റക്ക് ആവുന്നുണ്ട്. കാരണം അവർക്ക് നമ്മളെ സിലബസ് അല്ല, നമ്മളിങ്ങനെ എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ആ ഫ്രൈഡേ ക്ലാസ് അത് പ്രീമിയം ആണ്. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് വേഗം കണക്ട് ആവും. അപ്പോൾ വൺസ് നിങ്ങൾ അപ്ഡേഷൻ കോഴ്സ് ചെയ്താലും നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ കയറാൻ വേണ്ടി പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അർജുന, ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ അപ്ഡേറ്റ് ആകാന്നുള്ളതാണ്. ഫോൺടെക്കിൽ ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. അതിന് വേണ്ടിയിട്ടല്ല ₹1 ക്ലാസ് നടത്തുന്നത്. അപ്പൊ ഞങ്ങളെ പരസ്യമൊന്നും അതിൽ കേട്ടിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, ഞങ്ങൾ അതിൽ പരസ്യം പറയില്ല. അതെ, അതൊരിക്കലും പറയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ ₹1 മേടിക്കുന്നത് ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്.
അത് ഇതിൽ 1 രൂപ പോലും ഞങ്ങളെ ഫാക്കൽറ്റീസ് എടുക്കില്ല. 10 പേരോളം ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അതൊരു വലിയ ഇഷ്ടപ്പെട്ട ഇത് തന്നെ. ഇപ്പൊ 1 രൂപ ക്ലാസ് ഉണ്ട്. വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല. ആരും എല്ലാരും ഫീസ് വാങ്ങിച്ച് പിന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒഴിവാക്കി. ഇത്ര തന്നെ. ഇതൊരു ലവ് ആണ് അർജുനെ. കാരണം ഇതിനോട് ക്രേസ് ആണ് ഇവിടെ ഉള്ളവർക്ക്. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നുള്ളൂ, ഇവിടെ ഉള്ളവർക്കെല്ലാം ഒരു ക്രേസാ. കുട്ടികൾക്ക് എന്ത് ഞാൻ പറയും സാറേ, ആടെ പഠിക്കാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഫീൽഡ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോയത്. അതെ അതെ അവിടെ ചെന്നിടമാണ് വെറും നല്ല അല്ലാതായി പോയത്. അത് കുഴപ്പമില്ല അർജുൻ, അതൊന്നും ഇനിയൊന്നും അതിനെ കുറിച്ച് ഓർത്ത് വറി ചെയ്യണ്ട. സീരിയസ്ലി ഞാൻ ഒരു സീക്രട്ടും കൂടി പറയാം, നല്ല ഫ്യൂച്ചർ ഉള്ള മേഖലയാണ്. എന്തായാലും ഈ മേഖലയിൽ തന്നെ നിൽക്കുക, ഫ്യൂച്ചർ ബ്രൈറ്റ് ആവും, ഒരു സംശയം വേണ്ട. മനസ്സിലായത്. ഈ നേരത്തെ ഫാൻ എന്ന് പറഞ്ഞല്ലോ, വെറുതെ സൂചിപ്പിക്കാൻ പറഞ്ഞല്ലേ? അല്ല സാറേ, എന്തായാലും സന്തോഷം അർജു, അങ്ങനെ പറഞ്ഞാൽ തന്നെ സന്തോഷം. നമുക്ക് ഇനിയും ചെയ്യാനൊരു മോട്ടിവേഷൻ ഇതൊക്കെ. നമുക്ക് ഒരാൾ ഇഷ്ടപ്പെടുമല്ലോ, ഒരാൾ നല്ല കാര്യം ചെയ്യുന്ന നമുക്കൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ ഒരാൾ ഇഷ്ടപ്പെടും, അങ്ങനെ പറഞ്ഞത്. ഓക്കെ. എന്തായാലും സന്തോഷം അർജുനെ. എന്തായാലും ഫ്യൂച്ചർ ബ്രൈറ്റ് ആകട്ടെ. ഇനി മേ ബി കണ്ണൂർ വരാനുള്ള യോഗം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ സാർ, ഞാൻ കാസർഗോഡ് തന്നെ വരാം. തീർച്ചയായും ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാൻ വന്നോ. ഇനി കോഴ്സ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാൻ വരാം. ഞങ്ങളെ കുട്ടികളെ കാണാൻ വരാം. എനിവേ ബൈ.